ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. വെറും 20 മിനിറ്റിൽ നമുക്ക് ഇതുപോലുള്ള ഒരു അടിപൊളി ഡിഷ് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടാലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ എടുക്കാം. നമ്മളിവിടെ പാക്ചോയാണ് എടുത്തിരിക്കുന്നത്. സ്പിനച്ചോ എവറിത്തിങ് വിൽ ഡു. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് പാക്ചോ ഇടുവാണെങ്കിൽ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ ബീൻസ് അല്ലെങ്കിൽ പയർ, നമ്മളിവിടെ പയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പയറും പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക്കാണ്. ഗാർലിക്ക് നല്ല പോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. നമ്മൾ ഈ കറീൻ്റെ കൂടെ കഴിക്കുന്നത് ജാസ്മിൻ റൈസാണ്. അപ്പം നമ്മൾ ജാസ്മിൻ റൈസ് 2 പേർക്ക് 4 നേരത്തേക്ക് കഴിക്കുന്ന പോലെ നമ്മൾ അത് വെള്ളം തിളപ്പിച്ച് ജാസ്മിൻ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മിൻസ്ഡ് ബീഫ്. അപ്പോൾ ഇതിങ്ങനെ നമുക്കൊരു പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മുടെ പയർ ബീൻസും കൂടെ ആഡ് ചെയ്ത് നമ്മളിനി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബീൻസും ബീഫും കൂടെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പുറത്ത് നമ്മുടെ ജാസ്മിൻ റൈസൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊരു കുറച്ചൊരു ഹാഫ് ബോയിൽ കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഗാർലിക് ആഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കിത് ഇനിഷ്യലിയും ആഡ് ചെയ്യാം, പക്ഷെ നമ്മൾ ആ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതെല്ലാം കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ലീഫി വെജീസ്, കാരണം ഇത് ഏറ്റവും ആദ്യം ആഡ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് തന്നെ അത് ഫുൾ വാടിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് ലൈവായിട്ട് നിൽക്കാൻ വേണ്ടി ഫുൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ലീവ്സ് ആഡ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സോസ് ആഡ് ചെയ്യാം. നമ്മളിവിടെ തെറിയാക്കി സോസാണ്, ഒരു തായ് കൈൻഡ് ഓഫ് സ്റ്റൈലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ തെറിയാക്കി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോൾട്ടും പിന്നെ പെപ്പറും മാത്രമാണ് ബീഫ് വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള സോസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കുറച്ച് നേരവും കൂടെ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് സോൾട്ടൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജാസ്മിൻ റൈസ് അപ്പുറത്ത് കുക്കായി വരും. ഈ ഒരു സമയം കൊണ്ട് മാക്സിമം ഒരു ഹാഫ് അവറിൽ നമുക്ക് ഈ ഒരു അടിപൊളി ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇതാണ്, നല്ല ചൂട് ജാസ്മിൻ റൈസിൻ്റെ അകത്ത് നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ എന്താ ഇതിന് പറയുക, ബീൻസ് സ്റ്റിർ ഫ്രൈ എന്ന് വല്ലതും വിളിക്കാം അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ പാക്ക് ചെയ്ത് ഞങ്ങൾ നാളത്തേക്ക് കൊണ്ടുപോകാനും പാക്ക് ചെയ്തു. അസാധ്യ ടേസ്റ്റായിരുന്നു ഗൈസ്.